കോഴിക്കോട് ചെറുവാടിയിൽ ചാലിയാർ പുഴയിൽ പോത്തിന്റെ ജഡം കല്ലിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ കണ്ടെത്തി. പുഴയിൽ പകുതി താഴ്ന്ന നിലയിലായിരുന്നു ജഡം. JCB ഉപയോഗിച്ചാണ് പുറത്തെടുത്തത്. ശുദ്ധജല സ്രോതസ്സായ ചാലിയാറിനെ മലിനമാക്കാനുള്ള ശ്രമമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, ഇതൊരു നാടിനോടാകെ ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്? രുചീഷ്, ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് ഒരു പോത്തിന്റെ ജഡം അതിന്റെ 4 കാലുകളിലും കല്ല് കെട്ടി പുഴയിൽ താഴ്ത്തിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ചെറുവാടിയിലാണ്, ചാലിയാർ പുഴയിലാണ് ഇത്തരത്തിലൊരു സംഭവം. അത് ഈ പകുതി തന്നെ, അല്ലെങ്കിൽ പകുതിയോളം വെള്ളത്തിന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലായിരുന്നു ഈ പോത്തിന്റെ ജഡം ഉണ്ടായിരുന്നത്. തുടർന്ന് നാട്ടുകാർ ഇത് കാണുകയും പോലീസിനെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. അവർ വന്ന് പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇത് കല്ലുകെട്ടി താഴ്ത്തിയതാണ് എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് JCB ഉപയോഗിച്ച് ഈ പോത്തിന്റെ ജഡം പുറത്തെടുത്ത് അത് സംസ്കരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ഈ ചാലിയാർ പുഴയിൽ നിന്നും നിരവധിയായിട്ടുള്ള ആളുകൾ കുടിക്കാനും അതോടൊപ്പം തന്നെ മറ്റു ആവശ്യങ്ങൾക്കുമായും വെള്ളം എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് നശിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ജലസ്രോതസ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാകാം എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഈ ചെയ്ത ഈ ഒരു ക്രൂരതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ മേഖലയിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളെ കൃത്യമായി കണ്ടുപിടിക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുൻപോട്ട് വെക്കുന്നത്. രുചീഷ്.